ഹായ് എല്ലാവർക്കും ടെക് ഏഞ്ചൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് സീരീസ് ക്ലാസ് 5 ചാപ്റ്റർ 3 ആണ് എടുക്കുന്നത്. ജലം നിത്യജീവിതത്തിൽ എന്നുള്ള ചാപ്റ്ററാണ്. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ഞാൻ എടുത്ത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാപ്റ്റർ 3 ജലം നിത്യജീവിതത്തിൽ. ഇവിടെ PSCക്ക് പഠിക്കാനുള്ള, ഇത് സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ജലം നിത്യജീവിതത്തിൽ. ഇത് പുഴ ഒഴുകുന്നതായിട്ട് ഒരു കുട്ടി ചോദിക്കുന്നതാണ്, ഈ വെള്ളം എങ്ങോട്ടാണ് ഒഴുകുന്നത്, ഇത്ര സ്പീഡിൽ ഒഴുകുന്നതെന്നൊക്കെ ചോദിച്ചേക്കുന്നു. ഇവിടെ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ താഴെ വരുമ്പോൾ പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങളും ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങളും. അപ്പൊ പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇവയെല്ലാണ് പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെയാണ് ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങൾ. പുഴവെള്ളത്തിന് ഒത്തിരി ശുദ്ധീകരണ ഘട്ടങ്ങളുണ്ട്. വലിയ മാലിന്യങ്ങൾ ആദ്യം അരിച്ചു മാറ്റുന്നു, പിന്നെ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, പലതട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ശുദ്ധജലത്തിന് അത്രയില്ല. ശുദ്ധജലം കുറച്ചുകൂടെ ശുദ്ധമായതുകൊണ്ട് അതിന് 2 ശുദ്ധീകരണ ഘട്ടമേ ഉള്ളൂ. ടാങ്കിൽ സംഭരിക്കുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. ഇതൊന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കിണർ, മഴയിൽ നിന്നൊക്കെയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിന്റെ ഏകദേശ അളവ് താഴെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് താഴെ കൊടുത്തിരിക്കുന്ന ഈ ചാർട്ടിലുള്ളത്. കുടിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം 2.5 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വരെയാണ് ഒരു ദിവസം വേണ്ടത്. ഭക്ഷണം പാകം ചെയ്യാൻ 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം, പാത്രങ്ങൾ കഴുകാൻ 6 മുതൽ 8 ലിറ്റർ വരെ വെള്ളം, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു. ശുചീകരണത്തിന് 50 ലിറ്റർ വെള്ളം, മറ്റാവശ്യങ്ങൾക്ക് 30 ലിറ്റർ വെള്ളം. ആകെ 121.5 ലിറ്റർ മുതൽ 125.5 ലിറ്റർ വരെ ഏകദേശം പ്രതിദിന ഉപയോഗമുണ്ട് ജലത്തിന്റെ എന്ന് പറയുന്നത്. വായിച്ചു വെച്ചാൽ മതി. താഴെ വരുമ്പം കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ജലമലിനീകരണം മൂലം രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിന് തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനാണെന്നൊക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒന്നും പ്രാധാന്യമില്ല. ജലത്തിന്റെ പ്രാധാന്യം താഴെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവ് നോക്കുന്നു പറഞ്ഞൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. തലച്ചോറിന് 73% ജലത്തിന്റെ പ്രാധാന്യം. ശരീരത്തിന്റെ ഏകദേശ അളവ് എന്ന് പറയുന്നത് തലച്ചോറില് 73% ജലത്തിന്റെ ഏകദേശ അളവുണ്ട്. രക്തത്തിലാണ് 94% ജലത്തിന്റെ അളവ്, വൃക്കകളിലാണ് 79%, പേശികളിൽ 75%, ഹൃദയത്തിൽ 75%, ശ്വാസകോശങ്ങളിലാണെങ്കിൽ 83%, അസ്ഥികളിലാണെങ്കിൽ 31%. ഇനി മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. പിന്നെ ജലം സസ്യങ്ങൾ, ഇതിപ്പോ മനുഷ്യരിലെ പറഞ്ഞ ജലത്തിന്റെ ആവശ്യകതയെ പറ്റി. സസ്യങ്ങളിലും ജലം ആവശ്യമാണ്, സസ്യങ്ങൾക്കും ജലം ആവശ്യമാണ്. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജല സസ്യങ്ങൾ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു മരത്തിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നത് ജലമാണ്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ നിന്നും എത്തിക്കുന്നത് ജലമാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ചെടികൾ ജലം ഉപയോഗിക്കുന്നു. പിന്നെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. അപ്പൊ ജലത്തിന്റെ ആവശ്യകത സസ്യങ്ങളിലെ ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്, പ്രകാശ സംശ്ലേഷണത്തിന്, സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന്, ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, ഇത്രയും ആവശ്യങ്ങൾക്ക് സസ്യങ്ങളിൽ ജലം ഉപയോഗിക്കുന്നു. ജലത്തിന്റെ ആവശ്യകതയാണ് സസ്യങ്ങളില്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. അത് നമുക്കറിയാമല്ലോ. പിന്നെ ജലത്തിന്റെ നിറവും ആകൃതി ഇവിടെ പറഞ്ഞിരിക്കുന്നു. നിറവും മണവും ഇല്ല എന്നൊരു കുട്ടി പറഞ്ഞിരിക്കുന്നത് അത് ശുദ്ധജലമായിരിക്കുമെന്ന് ഈ കുട്ടിയുടെ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്നു ഇവിടെ. പിന്നെ താഴെ ജലപരിശോധന റിപ്പോർട്ടുണ്ട്. ജലം പരിശോധിച്ച് ഒരു റിപ്പോർട്ട് നൽകും. പരിശോധിച്ച ഘടകവും സാന്നിധ്യം. ജലത്തിന്റെ നിറം എന്ന് പറയുന്നത് ഇല്ല,
മണമാണെങ്കിൽ ഇല്ല. ബാക്ടീരിയ ജലത്തിലുണ്ട്. ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധന ലാബുകളിൽ എത്തിച്ചാൽ മതി. ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. പല ആകൃതിയുള്ള പാത്രങ്ങളിൽ വെള്ളം എടുക്കും. ജലത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുങ്ങുന്നവയും മുങ്ങാത്തവയും, ജലത്തിൽ മുങ്ങിക്കിടക്കുന്നവയും മുങ്ങാത്തവയാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടല്ലോ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. കടലാസ് തോണി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമല്ലോ. പിന്നെ അതുപോലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കളെ ഇവിടെ ടിക്കിട എന്ന് പറയുന്നത്, കല്ല് ജലത്തിൽ പൊങ്ങിക്കിടക്കില്ല, മുങ്ങിപ്പോവും. ബലൂൺ പൊങ്ങിക്കിടക്കും, നാണയം മുങ്ങിപ്പോവും, തടി കഷ്ണം, കർപ്പൂരം, പ്ലാസ്റ്റിക് പൊങ്ങിക്കിടക്കും, ഇങ്ങനെ ഇരുമ്പാണി മുങ്ങിപ്പോവും, ഇല പൊങ്ങിക്കിടക്കും, അങ്ങനെ മെഴുക്, അങ്ങനെ ഓരോ വസ്തുക്കളും കൊടുത്തിരിക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ ചില ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അത്തരം ചില സന്ദർഭങ്ങൾക്ക് ഉദാഹരണം എഴുതുന്നു. ചെങ്ങാടത്തിലെ യാത്ര നമുക്ക് ആവശ്യമുള്ള യാത്ര, അതുകൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടി വസ്തുക്കളുടെ കഴിവ് അത് നമ്മുടെ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ചെങ്ങാടത്തിലെ യാത്ര. പിന്നെ ലയിക്കുന്നവയും, ജലത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും. ഇപ്പൊ ഒരു കുട്ടി പഞ്ചസാര പാനീയുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമ്പോൾ വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ: പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാര, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇവയൊക്കെ വെള്ളത്തിൽ ലയിക്കുവോ വെള്ളത്തിൽ ലയിക്കത്തില്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? പഞ്ചസാര വെള്ളത്തിൽ ലയിക്കും, ഉപ്പ് വെള്ളത്തിൽ ലയിക്കും, പിന്നെ സോപ്പ് പൊടി വെള്ളത്തിൽ ലയിക്കും, മണ്ണെണ്ണയും വെളിച്ചെണ്ണയും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക ചെയ്യുന്നത്. ജലത്തിൽ ലയിക്കാത്തവയാണ് മെഴുക്, കർപ്പൂരം എന്നിവയൊക്കെ ജലത്തിൽ ലയിക്കാത്തവയാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒക്കെ വെള്ളത്തിൽ ലയിക്കും. ചില കരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നത്. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. ഇവിടെ ഒരു അക്വേറിയത്തിന്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. അക്വേറിയത്തിൽ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പൊ സോഡ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. സോഡ ഉണ്ടാക്കുന്ന വിധം: കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. പിന്നെ ലയിച്ചു ചേരുന്ന വസ്തുവിനെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും, എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പൊ ലീനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലയിച്ചു ചേരുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചസാര ലായനി എടുക്കുകയാണെങ്കിൽ പഞ്ചസാരയാണ് ലീനം, ലയിച്ചു ചേരുന്ന വസ്തു. പഞ്ചസാര അങ്ങ് ലയിച്ചു ചേരുന്നു, അതിനെ ലീനം എന്ന് പറയുന്നു. എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. പഞ്ചസാര എന്തിൽ ലയിച്ചു ചേരുന്നത്? പഞ്ചസാര ലായനി എടുക്കുമ്പോൾ വെള്ളത്തിൽ, ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി, അതായത് പഞ്ചസാര ലായനി. പിന്നെ ഇവിടെ താഴെ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ലായനിയില് ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്. വെള്ളം. പിന്നെ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വസ്തുക്കൾ കണ്ടെത്തി എഴുതുക എന്ന് പറയാം. ചക്കപ്പശ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. പിന്നെ മണ്ണെണ്ണയും പെട്രോളൊക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുകയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ വായിച്ചിരിക്കാനേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. അപ്പോൾ ജലത്തെ സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയാൻ കാരണം, ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്, അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. ജലത്തിന്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതുന്നു. വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിക്കുന്നു, പിന്നെ എന്തിനു ജലം ഉപയോഗിക്കുന്നത്? പിന്നെ ഉം, പശുക്കളെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു, പിന്നെ പാത്രങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്നു, പിന്നെ തുണികൾ കഴുകാൻ വെള്ളം, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിലൊക്കെ ഓരോന്നൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. താഴെ ഓരോ പഠന പ്രവർത്തനങ്ങളാണ് സ്കൂൾ കുട്ടികൾക്കുള്ള. പിന്നെ ജലം പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ് ഐസ്. അപ്പൊ ഐസ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ്. ഐസ് ഉരുകുമ്പോൾ അത് ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്നു. വെള്ളത്തിന്റെ അവസ്ഥയിലോട്ട് മാറുന്നു, ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്നു. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഐസ് ഉപയോഗിക്കുന്നു. മീനൊക്കെ കേടാവാതിരിക്കാൻ ഐസ് ഇട്ടല്ലേ തരുന്നത്. പിന്നെ ഐസ് അല്പസമയം പുറത്തു വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? ഐസ് ഉരുകി വെള്ളമായി മാറും. അത് വെള്ളത്തിന്റെ ഖരാവസ്ഥ മാറി ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്നു. പിന്നെ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്, അതൊക്കെ ഓരോ പഠന പ്രവർത്തനങ്ങളാണ് സ്കൂൾ കുട്ടികൾക്കുള്ളത്. ചൂടാക്കുമ്പോൾ ജലം എന്ത് പറ്റുന്നു? ജലം ബാഷ്പമായി ഉയരുന്നു. ഒരു നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം മുഴുവൻ മാറിയിട്ടില്ലേ, ജലാംശം എല്ലാം വേപ്പറായി മാറുന്നു. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു.
ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. വെള്ളം ചൂടാക്കുമ്പോൾ അത് ബാഷ്പമായി മാറുന്നത് ബാഷ്പീകരണം അവിടെ സംഭവിക്കുന്നത്. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. അപ്പൊ ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്നവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലമാണ്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നത്. വെള്ളം നമ്മൾ ചൂടാക്കുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ അത് ചൂടാകുമ്പോൾ വേപ്പറായി മാറുന്ന കണ്ടിട്ടില്ലേ? അതിനെയാണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് വായിച്ചിരിക്കണം. ജലനിരപ്പ്. കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് നോക്കൂ. ഇതൊക്കെ പഠന പ്രവർത്തനങ്ങളാണ്. താഴെ വന്നു കഴിഞ്ഞാൽ വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വിധാനം വ്യവസായശാല നിയന്ത്രണമില്ല ജലം എടുക്കുന്ന ആ പ്രദേശത്തെ ജലലഭ്യതയെ ബാധിക്കും. ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്ത് സംഭവിക്കും? ജലനിരപ്പ് കുറയുന്നു ജലാശയങ്ങൾ വറ്റുമ്പോൾ. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ ജലത്തിന്റെ ഒരു സവിശേഷതയാണ് വിധാനം പാലിക്കുന്നു എന്നത്. ജലസ്രോതസ്സുകൾ. ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി. ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി. കണ്ടവിടെ ഭൂമിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. കടലാണ് കൂടുതൽ, കര കുറച്ചുമാണ്. വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്തത് എന്തുകൊണ്ട്? വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ചു ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ ജലത്തുള്ളിക്ക് പറയാനുള്ളത്, ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളിലെ ഭാഗമായി മാറുന്നു. അപ്പൊ ജലത്തുള്ളിക്ക് പറയാനുള്ളതാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജീവജാലങ്ങൾക്ക് ജലമില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ അവ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് അത് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായി ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി പിന്നെയും ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് ജലസ്രോതസ്സുകളുടെ ഭാഗമായി അവ മാറുന്നത്. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ മനുഷ്യന്റെ ചില ഇടപെടലുകൾ കാരണം ജലമലിനീകരണം സംഭവിക്കാറുണ്ട്. ഇവിടെ കുറെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജലമലിനീകരണം. പുഴയിൽ നീണ്ട പശുക്കളെ കുളിപ്പിക്കും. ജലം മലിനമാകുന്നു. ഫാക്ടറികളിൽ നിന്നൊഴുകുന്ന മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുന്നു. അങ്ങനെയും ജലം മലിനമാകുന്നുണ്ട്. വേസ്റ്റുകൾ ഇടുന്ന കാരണം ആളുകൾ തുണി കഴുകുകയും അങ്ങനെയുള്ള മലിനമാക്കുന്നു പുഴയെ. ജലമലിനീകരണം പരിഹാര മാർഗങ്ങളുമാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. കരുതി വെക്കാം നാളേക്ക്. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കാം. മഴവെള്ള സംഭരണ മാർഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് പിക്ചറിൽ മഴവെള്ള സംഭരണി, തടയണ. മഴക്കാലത്ത് വെള്ളം സംഭരിക്കുന്ന മാർഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കയ്യാല കെട്ടി വെള്ളം സംഭരിക്കുന്നു. ഇവിടെ കിണർ റീചാർജിങ്ങിലൂടെ മഴയെ സമയത്ത് വെള്ളം സംഭരിച്ചു വെക്കുന്നു. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ജലത്തിന്റെ ദ്രാവകാവസ്ഥ. ജലം തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഐസാകുന്നു. ജലം ചൂടാക്കുമ്പോൾ അത് വേപ്പറായി മാറി വേപ്പറൈസേഷൻ സംഭവിക്കുന്നു. ബാഷ്പീകരണം നടക്കുന്നു. താഴെ ജലത്തിന്റെ സ്രോതസ്, ഉപയോഗം. ജലത്തെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു? ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. തുണി കഴുകുന്നതിന്, പിന്നെ കുളിക്കുന്ന, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വീടുകളിൽ ഉപയോഗിക്കുന്നു. പിന്നെ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മലിനീകരണം സംഭവിക്കുന്ന പിക്ചറാണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. മലിനീകരണം സംഭവിക്കുന്നത് ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചറിലെല്ലാം മലിനീകരണം സംഭവിക്കുന്നത്. പിന്നെ ഇത് ജലസംഭരണിയുടെ പിക്ചറ്. താഴെ വന്നു കഴിഞ്ഞാൽ ജലത്തിന്റെ സവിശേഷത എന്താണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ മൂന്ന് അവസ്ഥകൾ ജലത്തിന് നമുക്ക് കാണാൻ വഴി. അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവിശേഷത എന്താണ്? നിറമില്ല, മണമില്ല. പിന്നെ അത് തണുപ്പിക്കുമ്പോൾ അത് ഐസായി മാറുന്നു. അങ്ങനെയൊക്കെയാണ്. ജലത്തിന്റെ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? മഴയിൽ നിന്ന് ലഭിക്കുന്നു, പിന്നെ കിണറിൽ നിന്ന് ജലം ലഭിക്കുന്നു, പുഴ, നദി. അങ്ങനെ ജലത്തിന്റെ അവസ്ഥ ഖരം, ദ്രാവകം, വാതകം. സവിശേഷത എന്ന് പറഞ്ഞാൽ നിറമില്ല, മണമില്ല, അങ്ങനെയൊക്കെയാണ്. അത് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിന്റെ ഈ ആകൃതിയാണ് ജലത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ഏറ്റവും ശുദ്ധജലമായ ജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളമാണ്. ജലത്തിന്റെ സവിശേഷത താഴെ പറഞ്ഞിട്ടുണ്ട്. പുഴയിലാണ് ഇത് കലങ്ങിയത്, കുളത്തിലും കലങ്ങിയത്, കിണറിലാണ് തെളിഞ്ഞത്.
ഗന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ ദുർഗന്ധം, കുളത്തിൽ ദുർഗന്ധം, കിണറിലാണെങ്കിൽ ഗന്ധമില്ല. ജൈവ മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിലാണെങ്കിൽ ഉണ്ട്, ജലത്തില് കുളത്തിലെ ജലത്തിലും ജൈവമാലിന്യം ഉണ്ട്, കിണറ്റിലെ ജലത്തിൽ ജൈവമാലിന്യം ഇല്ല. രാസമാലിന്യം ആണെങ്കിൽ പുഴയിലെ ജലത്തിലുണ്ട്, കുളത്തിലെ ജലത്തിലുണ്ട്, കിണറ്റിലെ ജലത്തിലില്ല. അപ്പൊ ഏറ്റവും നല്ല വെള്ളം എവിടത്തെയാണ്? പുഴയിലെയാണ്, കുളത്തിലെയാണ്, കിണറ്റിലെയാണ്? കിണറ്റിലെ വെള്ളമാണ് ഏറ്റവും സുരക്ഷിതമായ വെള്ളം എന്ന് പറയുന്നത്. കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഏത് സ്രോതസ്സിലെയാണ്? കിണറ്റിലെയാണ്. പുഴ, എന്നിവയിലെ ജലം കുടിവെള്ളമായി മാറ്റാൻ കഴിയുമോ? കഴിയും. അത് പക്ഷേ ക്ലോറിനേറ്റ് ഒക്കെ ചെയ്താണ് നമുക്ക് കോർപ്പറേഷൻ വാട്ടർ വരുന്നത്. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? അത് മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ല. പിന്നെ ജലത്തിന്റെ സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണം നിത്യജീവിതത്തിൽ കണ്ടെത്തുക എന്ന് പറയുന്നത്. ജലത്തിന്റെ സവിശേഷത താപം വഹിക്കുന്നു, വിധാനം പാലിക്കുന്നു, സാർവിക ലായകമാണ്, ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജലത്തിന്റെ സവിശേഷത താപം വഹിക്കുന്നു, വിധാനം പാലിക്കുന്നു, സാർവിക ലായകമാണ്, ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട്. സാർവിക ലായകമാണ്, താപം വഹിക്കുന്നു, വിധാനം പാലിക്കുന്നു, ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട്. ജലത്തിന്റെ സവിശേഷതയാണ് 4 സവിശേഷതകൾ. താഴെ തന്നിരിക്കുന്ന ജലത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയെന്ന് ചോദിക്കാം. താപം വഹിക്കുന്നു, വിധാനം പാലിക്കുന്നു, സാർവിക ലായകമാണ്, ബാഷ്പീകരിക്കാനുള്ള കഴിവുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പൊ ക്ലാസ് 5 SCERT സയൻസിലെ ചാപ്റ്റർ 3 ആണ് എടുത്തിരിക്കുന്നത്. ചാപ്റ്റർ 1ഉം 2ഉം ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്റർ ഒരുപാട് പഠിക്കാനൊന്നുമില്ല, എന്നാ വായിച്ചിരിക്കണം. ഇനി വരുന്ന PSC പരീക്ഷകൾ ഇപ്പൊ ചോദിക്കുന്ന PSCക്കും എല്ലാം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. താങ്ക് യു.